അപ്പോൾ നമ്മൾ രാവിലത്തെ പരിപാടികളൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ ചായ കുടിച്ചതിനൊന്ന് ഫ്രഷാൻ പോയി, അതിനത് തിരിച്ചു വരാണ് കേട്ടോ. ഇവിടെ നല്ല തണുപ്പുണ്ട്. പിന്നെ ഇന്നലെ കുറച്ച് 2 ദിവസമായിട്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ചില വീഡിയോസ് ഞാൻ ഇന്നലെ ആഡ് ചെയ്യാം. ഓക്കെ, ഞങ്ങൾക്ക് ഇവിടെ ഫുൾ യാത്രയായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് ഹറിബറിയായിരുന്നു കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളിത് പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സൂക്ഷ്മതയോടെയാണ്. ചെറിയ റോഡ്. അങ്ങ് നോക്കൂ, ആ മലയുടെ മുകളിൽ നോക്കൂ, അടിപൊളി ഐസാട്ടോ. അന്ന് കിട്ടുകാഴ്ച ഐസ്. വാവ്, സൂപ്പർ. ഞങ്ങൾ ഇറ്റലിയിൽ പാർക്കിങ്ങിലേക്ക് പോകട്ടോ. ഇത്രയും മനോഹരമായിട്ടുള്ള പാർക്കിങ്ങിലേക്ക് കേട്ടോ നമ്മൾ യാത്ര. മറ്റൊരല്ല പറഞ്ഞ ഇതുണ്ടെന്ന് പറഞ്ഞ പാർക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞ അവിടെ നോക്കാം. ആരെങ്കിലൊക്കെ ഇറ്റലിയില് കോടമഞ്ഞ് ഇറങ്ങി നിൽക്കണം കേട്ടോ. നല്ല കോടമഞ്ഞാണ്. സമയം 10:30 കേട്ടോ. ആ 10:30 ടൈമിലാണ് ഈ കോടമഞ്ഞ് ഇങ്ങനെ കാണട്ടോ. ഫുള്ള് മൂടി നിൽക്കുക, ഒന്നും കാണുന്നില്ല. അടിപൊളിയായിട്ട് നോക്കി, സൂപ്പറായിട്ട്. എന്താ നോക്ക്, ഫുൾ കോട. അപ്പോൾ ഈ കോടമഞ്ഞ് എനിക്ക് കാണുമ്പോൾ എനിക്ക് മറ്റേ പാട്ട് ഓർമ്മയാണ്. കോടമഞ്ഞിൽ ഓഹോ താഴ്വരയിൽ ഓഹോ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ആ പാട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം അതേമാതിരി കോടമഞ്ഞാണ്. ഇന്നത്തെ ദിവസം രാവിലെ 10:30 സമയം ഗംഭീര കോടമഞ്ഞ്. അടിപൊളിയാട്ടോ, സൂപ്പർ, ഒന്നും പറയാനില്ല. പോരാത്തതിന് വെയിലിൻ്റെ ചൂടുണ്ട് പുറത്ത്. അപ്പോൾ ഇങ്ങനെ ഇതൊരു മിക്സഡായിട്ടുള്ളൊരു കാലാവസ്ഥയാണ്. എന്താ നോക്കില്ല, അടിപൊളി. കൊളായിക്കാട് വേണ്ടി കേട്ടോ. സജീഷ് കേളിപ്പറമ്പൻ. ഓ ഗൈസ്, പീസ്. അപ്പോൾ നമ്മുടെ വീണ്ടും അടുത്ത പരിപാടി കഴിഞ്ഞിരിക്കട്ടെ. ഒന്ന് ഫ്രഷാകാൻ പോയി, നമ്മൾ വിളിച്ച് ഫ്രഷായി. അപ്പോൾ നമ്മളിനി വണ്ടിയിലേക്ക് പോകട്ടോ. സോ അതിന് മുമ്പ് ചെറിയൊരു പരിപാടി ഉണ്ട് വേറെ. നമ്മുടെ ഫ്ലൈറ്റ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. സോ നമ്മൾ അവരെ കാണാൻ പോകട്ടെ. അപ്പോൾ ഗൈസ്, അപ്പോൾ രാവിലെ നമ്മളെ പറഞ്ഞ ആൾക്കാർ എത്തിട്ടോ. എന്താ അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞങ്ങൾ പോകട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ക്ഷണിച്ചേക്കട്ടെ. കൊളീഗ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. മിസ്റ്റർ വിമൽ ആൻഡ് സജീഷ് കേളിപ്പറമ്പൻ. രണ്ടുപേരും രാവിലെ വല്ല ഫുഡ് കേട്ടോ. നമ്മൾ കൂട്ടത്തിൽ ജോയിൻ ചെയ്യാൻ പോകണം കേട്ടോ ഭക്ഷണം കഴിക്കാനായിട്ട്. രാവിലെ ഇപ്പോൾ സമയം 10 മണിയായി. ഇപ്പോൾ ഞാൻ ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആകാൻ പോയി, ഒന്ന് കുളിച്ചൊന്ന് ഉഷാറായിട്ടോ. ഇവരൊക്കെ ഇവിടെ ഇന്നലെ തന്നെ ഹോൾട്ട് ചെയ്തിട്ടായിരുന്നു. ഞങ്ങൾ ഇന്നലെ വൈകിട്ട് എത്തിയത്. ഓക്കെ, സോ ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കിടക്കാൻ പോട്ടോ. അപ്പോൾ അതെ ഞങ്ങളിത് കഴിക്കാൻ പോട്ടെ. നല്ല അടിപൊളി ചിക്കൻ, എന്താ ചില്ലി ചിക്കനോ എന്തും പേരിടാം. അതെ, എന്ത് പേരിടാമെന്ന് പറഞ്ഞാണ്. ഓക്കെ, അതുപോലെ ഇന്ന് സജീഷേട്ടൻ്റെ വക ബിരിയാണി ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ ഞങ്ങൾക്ക്. അടിപൊളി ഇതാട്ടോ, മഞ്ഞ് ഐസും കട്ട ഇരിക്കണമൊക്കെ. കാലാവസ്ഥ നല്ല കിടുക്കാഴ്ച കാലാവസ്ഥ കിട്ടുന്നത്. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇത്
ഈ ഇലകളൊക്കെ ഇനി പൊഴിഞ്ഞു വീട്ടോ. ഇതിപ്പോൾ പഴുത്ത് നിൽക്കുന്നതാണ് കംപ്ലീറ്റ് കണ്ടോ. ഇതേമാതിരി ഇനി എല്ലാം വരാം. അപ്പോൾ നമ്മളിനി ഇന്ത്യൻ മാർക്കറ്റിൽ പോകട്ടോ. ഉച്ചയ്ക്ക് ബിരിയാണി വയ്ക്കാമെന്ന് വെച്ചു. അപ്പോൾ ബിരിയാണിക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങാൻ പോകട്ടെ. ഇന്ന് 12 മണി വരെ ഉള്ളതാണ് സമയം. സോ അതിനുള്ളിൽ നമുക്ക് പോയിട്ട് വരണം. ഇപ്പം നല്ല അടിപൊളി സൂപ്പർ കാലാവസ്ഥ കേട്ടോ. ഒരു രക്ഷയില്ല ഗായ്സ്. അപ്പോൾ നമ്മളിത് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഞങ്ങൾ 3 ആൾ പോകാട്ടോ. എടാ വിമൽ ആൻഡ് സജീഷ് കേൾപ്പർ ബാറ്റ്. അപ്പോൾ ഞങ്ങൾ 3 ആളും കൂട്ടി ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്കുള്ള യാത്ര കേട്ടോ. ഫോണൊക്കെ എടുത്തുണ്ടാവും, ഇല്ലെങ്കിൽ അതിൻ്റെ അവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഒരാളത് ഇന്ത്യൻ മാർക്കറ്റിൽ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങുന്നത് കേട്ടോ. ഒരാളത് അവിടെ കവർ എടുക്കാൻ മറന്നു പോയി പാവം. അപ്പോൾ അത് വീണ്ടും റിട്ടേൺ പോയേക്കുക. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ആൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അതിപ്പോൾ അങ്ങോട്ട് വണ്ടിക്ക് പോയിട്ടുള്ള വണ്ടിയിൽ പോയിട്ട് കവറെടുത്ത് വന്ന് ഞങ്ങൾ പോകും. ഇതാണ് ഞങ്ങൾ ഇന്നലെ വന്ന് കിടന്ന പാർക്കിംഗ് സ്ഥലം. വലിയ പാർക്കിംഗ് ഏരിയ ആണ്. അടിപൊളി സ്ഥലം കേട്ടോ. ഓക്കെ, കിട്ടുകാഴ്ച കാണാൻ നല്ല വ്യൂസ് ഉണ്ട്. ഇവിടെയാണ് ഞങ്ങൾ ഇന്നലെ കിടന്നത്. അപ്പോൾ നമ്മുടെ ആശാന്ത വന്നോണ്ടിരിക്കും കേട്ടോ. അങ്ങനെയൊക്കെ ഒരാൾ ബാഗും കൊണ്ട് നടന്ന് മെതുവേ നടന്നു വരണൊക്കെ ഒരാൾ. ഓ എൻ്റെ പൊന്നോ, ആ വരവ് കണ്ടല്ലേ. സോ അടുത്ത ആള് ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. മിസ്റ്റർ ശ്യാം കുട്ടൻ, നമ്മുടെ ചങ്ങായി വന്നു കേട്ടോ. ചങ്ങായി വന്നിട്ടുണ്ട്. രാവിലെ തന്നെ ഞങ്ങൾ 3 ആൾ കൂടി പോവാ. കൂട്ടത്തിൽ ഒരാൾ എത്തിയിട്ടുണ്ട്. ഞങ്ങളിവിടെ വീഡിയോ കോളാണ്. അടിപൊളിയായിട്ടോ. ഞങ്ങൾ ഇന്നത്തെ ദിവസം ശരിക്കും എൻജോയ് ചെയ്തോണ്ടിരിക്കുക. ഇന്നത്തെ കൂടി ഉള്ളോട്ടോ എൻജോയ്. ബാക്കി നാളോട്ട് വരാൻ പറ്റും. Oh my god, this is happening here. What a powerful wind. Oh, കടിക്ക് പോയതോട്ടാളിയാ. നല്ല അസല് കാറ്റായിരുന്നേ. അടിപൊളി കാറ്റായിരുന്നു അത്. അയ്യോ, ഒന്നൊന്നര കാറ്റ്. ഓക്കെ, രാവിലെ തന്നെ ഞങ്ങള് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. കൈ പുറത്ത് കിടാൻ പറ്റുന്നില്ല കേട്ടോ. നല്ല തണുപ്പാണ് ഇവിടെ കേട്ടോ. ഞങ്ങളിപ്പോ അതിമനോഹരമായ കാലാവസ്ഥയിലൂടെയാണ്. അതുപോലെ തന്നെ അതൊക്കെ റോഡൊക്കെ നോക്കി നല്ല സൂപ്പർ റോഡാട്ടോ. ഞങ്ങൾ ഉള്ളേരിയ കൂടെ പോണേ കേട്ടോ. മരമൊക്കെ കണ്ടോ. ഇതേമാതിരി ഇലയൊക്കെ ഫുള്ള് കൊഴിഞ്ഞ് വീഴുണ്ടോ. ഇതാ മുകളിൽ കാണുന്നത് മറ്റേ ഐസും കെട്ടാണ് ഏറ്റവും ടോപ്പിൽ കാണുന്നത്. ഇനി ഇത് കഴിഞ്ഞ് അടുത്ത മാസമൊക്കെ ആകുമ്പോൾ നല്ല അടിപൊളി സൂപ്പറായിരിക്കും കേട്ടോ. ഒന്നുകൂടിയും തണുപ്പ് കൂടുന്നതാണ് ഇവിടെ. കിട്ടുകാഴ്ചയാണ് അവിടെ. കാറ്റ് നോക്കിയാൽ എൻ്റെ കാറ്റ് കണ്ടോ. അതിശക്തമായിട്ടുള്ള കാറ്റൊക്കെ കേട്ടോ. ഇപ്പം ഞങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടുകാഴ്ച കേട്ടോ. ആഹാ, അടിപൊളിയായിട്ട് നോക്കിയാ കേട്ടോ. അടിപൊളിയായിട്ട് കാണാനായിട്ട് നല്ല സൂപ്പർ വ്യൂകളാണ്. നല്ല സൂപ്പർ കാറ്റ് വരുന്നുണ്ട് കേട്ടോ. എവിടുന്നോ വരുന്നുണ്ട്. നല്ല സൂപ്പർ കാറ്റാണേ. കിട്ടുകാഴ്ചയാ. ഇതൊക്കെയാ നമ്മുടെ ആൾക്കാർ നമ്മളെ ഇട്ട് ഇതായിക്കൊണ്ടിരിക്കുക കേട്ടോ. വീഡിയോ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വീഡിയോ കോളാ. ഇന്നത്തെ ദിവസം ഫുൾ എൻജോയ്മെന്റാ. നിങ്ങൾക്ക് വൈകിയടാ. ഇത് നോക്കി, ഇതാണ് നമ്മുടെ താരങ്ങളാട്ടോ. ഒന്ന് പൃഥ്വിചേട്ടൻ, പിന്നെ ഒന്ന് ശ്യാം. 2 താരങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഈ പ്രപഞ്ചം പറന്നിടുന്നു പക്ഷികൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്ത് ഇതേമാതിരിക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും കേട്ടോ. വാവ്, എന്താ നോക്ക്. ഈ പ്രകൃതി ഇത്രയും മനോഹാരിത ആസ്വദിക്കാൻ പറ്റണ്ടേ. അടിപൊളി. അയ്യോ, ഓക്കെ. ഈ തണുപ്പത്തും മഴ കുറേശ്ശെ പെയ്തു തുടങ്ങിട്ടാ. അടിപൊളിയാണ്. ഇപ്പം ഞങ്ങൾ വാങ്ങിയ സാധനമൊക്കെ വരാൻ ഞങ്ങൾ തിരിച്ച് വണ്ടിക്ക് പോട്ടോ.
ഇവിടുത്തെ പാടാണ്. ഇവിടുത്തെ കൃഷിയൊക്കെ കഴിഞ്ഞ് ഒക്കെ സെറ്റാക്കി നല്ല കാച്ചി കാറ്റാട്ടോ. ഒരു രക്ഷയിൽ താത്ത് കുറച്ച് പരുവേ. ഇവിടെ ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ തണുപ്പത്ത് ഇനി എങ്ങനെ ഇരിക്കും? മഞ്ഞൊക്കെ വീണ് കഴിയുമ്പോൾ ഗൈസ് ഒരു ഇത് നോക്കിയേ, പ്രാവിൻ കൂടാട്ടോ ഇത്. ഇവിടുത്തെ പ്രാവില്ല, പ്രാവിൻ കൂട് മാത്രമേ ഉള്ളൂ ഇവിടെ. വേറെ എവിടെയോ ചെറിയൊരു ബ്രിഡ്ജാട്ടോ. വെള്ളം ഒഴുകണമെങ്കിൽ നല്ല ക്ലാരിഫൈഡുള്ള വെള്ളമാട്ടോ. ഓക്കെ, പ്യുവർ വാട്ടർ. ഇല നോക്കണ്ട, അത് ഇല പഴുത്തിട്ട് വീഴുന്നതാണ് കേട്ടോ. ഒക്കെ മരമൊക്കെ ഇവിടെ ഇതായി ഇതാട്ടോ. രണ്ടുപേരും പോകണമെങ്കിൽ അടിപൊളിയാട്ടോ. ഓ എൻ്റെ അമ്മ, അപ്പുറത്തൊരു പാലുണ്ട്. ഇത് ചെറിയൊരു മരത്തിൻ്റെ പാലാട്ടോ. അടിപൊളിയാണ് സെറ്റ്. അങ്ങനെ സാധനങ്ങൾക്ക് വാങ്ങി തിരിച്ചെത്തിട്ടോ. ഇനിയിപ്പോൾ വണ്ടിയിലേക്ക് ഇറങ്ങാൻ പോവാ. ഇനിയിപ്പോൾ ഭക്ഷണം ഉണ്ടാക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. സോ അത് കഴിഞ്ഞിട്ട് ഐസൊക്കെ വീണ് തുടങ്ങി കേട്ടോ. ഐസ് മഴയാണിപ്പോൾ വരുന്നത്. ഞങ്ങളിവിടെ നമ്മുടെ ഇതിൻ്റെ അകത്താട്ടോ ഞങ്ങൾ നിന്ന് കുക്ക് ചെയ്യാൻ പോണേ. സെറ്റാട്ടോ, സെറ്റ്. ഞാൻ കട്ട് ചെയ്തരാം. ഓക്കെ, ഐസ് മഴ കേട്ടോ, അടിപൊളിയാണ്. ഐസ് മഴയാണ്, ഐസ് മഴ. ഓക്കെ, എൻ്റെ ഡ്രസ്സുമൊക്കെ ഐസ് മഴയാണ് കേട്ടോ. ഓക്കെ ഐസ്, അപ്പോൾ ഇത് ഐസ് മഴ കേട്ടോ പോകുന്നു. ഐസ് കെട്ട് മഴയാണ്. നോക്കിയേ, എൻ്റെ ഡ്രസ്സുമൊക്കെ കേട്ടോ ഐസ് കെട്ട് മഴയാണ്. അപ്പോൾ ഞങ്ങൾ ഐസ് ഓ പൊടി. ഓക്കെ, എൻ്റെ ഡ്രസ്സുമൊക്കെ പക്കയിട്ട് കാണാം കേട്ടോ. കേട്ടോ ഐസും കെട്ട് ഇരിക്കണോ, അടിപൊളിയായിട്ടൊന്ന്. ഞങ്ങൾ എൻ്റെ കൂടെ ഒരു സാധനം കൂടി എടുക്കാൻ പറഞ്ഞു പോയേ. അപ്പോൾ അത് തന്നെ വണ്ടി വന്നതാണ്. ഓക്കെ, ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. ഐസ് മഴ കേട്ടോ വീണ്, അടിപൊളി എൻ്റെ പൊന്നു. ഓക്കെ, ഐസ് മഴ കേട്ടോ. എൻ്റെ ഡ്രസ്സുമൊക്കെ നോക്കി ഐസ് കേട്ടോ കിടക്കണം. നോക്കി കേട്ടോ, എൻ്റെ മൊബൈലുമേ. ഓ മൈ ഗോഡ്, ആഹാ അടിപൊളി. നോക്കി കിണ്ണ കാച്ചി ഐസ് മഴ. അലിപ്പഴം പെറുക്ക പിലിക്കിലെന്ന് പത്തി പൂങ്കുരുവി ഒരു പൂങ്കുരുവി. അടിപൊളി കേട്ടോ, എന്നെ ഡ്രസ്സ് നോക്കിയേ. അപ്പോൾ ഞങ്ങളിത് കുക്കിങ്ങിൻ്റെ അടുത്തേക്ക് പോകാം കേട്ടോ. ഞങ്ങൾ കുക്ക് ചെയ്യാൻ തുടങ്ങാണ്. ഇതേ ബിരിയാണി ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടികൾ ആരംഭിച്ചു. അടിപൊളി സൂപ്പർ സാധനം കേട്ടോ അണ്ണാ, അടിപൊളി സൂപ്പർ ഐസ് മഴ കേട്ടോ. നോക്കി, അപ്പോൾ ഞങ്ങളുടെ ചിക്കൻ കട്ട് ചെയ്തുകൊണ്ട് കേട്ടോ ബിരിയാണിക്കുള്ളത്. അതെ, ചിക്കൻ ബന്ധാലാണോ അതോ കരിഞ്ചാലാണോന്ന് അറിയില്ല കേട്ടോ. എന്താവാന്ന് അറിയില്ല കേട്ടോ. ഇവിടെ രണ്ടുപേരും ഇവിടെ ചമ്പളമടയൊക്കെ ഇരുന്നിട്ട് എവിടെ ഇരിക്കണത് നോക്ക് രണ്ടുപേരും. അല്ല ഇതാ കേട്ടോ, രണ്ടുപേരും ബിരിയാണി സ്പെഷ്യലിസ്റ്റാണ്. കൂട്ടത്തിൽ പുറത്ത് നല്ല അടിപൊളി മഴയാട്ടോ പെയ്തുകൊണ്ടിരിക്കണേ. ഈ ഐസ് മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഐസ് മഴയാണ് കേട്ടോ, നല്ല ഐസ് മഴ. അപ്പോൾ അകത്തേക്കൊക്കെ കയറി തുടങ്ങി വെള്ളം. അത് ഒരു മിനിറ്റ് എന്താ മഞ്ഞ് നോക്കിയേ, ഓടമഞ്ഞ് ഇറങ്ങിട്ട് കേട്ടോ. യൂറോപ്പിൽ വന്നിട്ട് ഈ തണുപ്പത്ത് നമ്മൾ ചിക്കൻ ബിരിയാണി, നല്ല ചൂടുള്ള ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി കഴിക്കാൻ പോട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ സെറ്റായിട്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാം. ഇന്ന് ഉണ്ടായി ചിക്കൻ ബിരിയാണി കേട്ടോ, ചിക്കൻ ബിരിയാണി. അപ്പോൾ ഓൾറെഡി തണുപ്പത്ത് ചിക്കൻ ബിരിയാണി കഴിക്കാൻ എങ്ങനെ നോക്കട്ടോ, അടിപൊളിയാണ് കേട്ടോ. പക്ഷേ എല്ലാം സെറ്റാണ് കേട്ടോ. നമ്മുടെ വിമിലുണ്ട്, സജീഷേട്ടനുണ്ട്, കൂട്ടത്തിൽ നമ്മുടെ അജുവാനുണ്ട് കേട്ടോ. തണുത്തട്ടാട്ടോ ഇവിടുന്ന് ഇങ്ങനെ കച്ചോണ്ടിരിക്കണേ. റഷ്യയിലെ അടിപൊളിയാ. ചിക്കൻ ബിരിയാണി വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്.
അടിപൊളി കേട്ടോ, നല്ല ആവി പറക്കുന്ന ചൂടുള്ള ചിക്കൻ ബിരിയാണി. അപ്പോൾ ഞങ്ങളുടെ ഇത് നല്ല അടിപൊളി ചൂടുള്ള ആവി പറക്കുന്ന ബിരിയാണി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. സോ അടുത്ത പരിപാടി കഴിക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ചിക്കൻ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കട്ടെ. നമ്മളെ യൂറോപ്പിൽ വന്നിട്ട് ഈ തണുപ്പത്ത് ചിക്കൻ ബിരിയാണി കഴിക്കുന്നത് വേറെ ലെവല്. അജോട്ടാ എങ്ങനെയുണ്ട്? സെറ്റല്ലേ ബിരിയാണി? അതാണ് സായി ചേട്ടാ, എങ്ങനെയുണ്ട് ബിരിയാണി? സെറ്റല്ലേ ഈ തണുപ്പത്ത് ബിരിയാണി കഴിക്കുമ്പോൾ? ഉണ്ടാക്കി നിങ്ങൾ തന്നെ തെറ്റ്. അല്ല നിങ്ങളെ അഭിപ്രായം ഈ തണുപ്പത്ത് ബിരിയാണി കഴിക്കുമ്പോൾ എങ്ങനെയുണ്ട്? ഒരു പ്രത്യേക ഫീൽ അല്ലേ? അടിപൊളിയല്ലേ? അതാണ്. അപ്പോൾ ഈ യൂറോപ്പിൽ വന്നിട്ട് ഈ തണുപ്പത്ത് ചിക്കൻ ബിരിയാണി കഴിക്കാൻ മലയാളികൾക്ക് മാത്രമേ പറ്റുള്ളൂ കേട്ടോ, വേറെ ആർക്കും പറ്റൂല. അതൊരു 1.5 മരണ മാസം.